ജയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, 2025 സെപ്റ്റംബർ 28 ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്നവർക്കും തിരുവചനം പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്കും ഒത്തിരി സ്നേഹത്തോടെ ന്യായാധിപന്മാർ 11 അധ്യായം മുതൽ 21 അധ്യായം വരെയുള്ള വചനഭാഗത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സമയം പോലെ ഈ വചനഭാഗം കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വചനഭാഗത്തിലേക്ക് പോകാം. അധ്യായം 11. ചോദ്യം 1. ഗിലെയാദിലെ ശക്തനായ സേനാനി ആരായിരുന്നു? ജെഫ്ത. 2. ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി എവിടെയാണ് താമസിച്ചത്? ഉത്തരം: തോബ് എന്ന സ്ഥലത്ത്. 3. ആരാണ് ഇസ്രായേലിന് എതിരെ യുദ്ധത്തിന് വന്നത്? ഉത്തരം: അമ്മോന്യർ. 4. ജെഫ്തയെ തോബ് ദേശത്തു നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ആരാണ്? ഉത്തരം: ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ. 5. അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ശ്രേഷ്ഠന്മാർ എന്താണ് പ്രതിവചിച്ചത്? ഉത്തരം: കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. 6. എവിടെ വച്ചാണ് ജെഫ്ത ജനത്തോട് സംസാരിച്ചത്? ഉത്തരം: മിസ്പായിൽ കർത്താവിൻ്റെ മുന്നിൽ വെച്ച്. 7. ജെഫ്ത എന്താണ് അമ്മോന്യൻ രാജാവിനോട് ചോദിച്ചത്? ഉത്തരം: നിനക്ക് എന്താണ് എന്നോട് വിരോധം? 8. ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും വന്നപ്പോൾ എവിടെ കൈവശപ്പെടുത്തിയെന്നാണ് അമ്മോന്യൻ രാജാവ് പറഞ്ഞത്? ഉത്തരം: അർണോൺ മുതൽ ജെബേക്കും ജോർദാൻ വരെയുള്ള സ്ഥലവും. 9. അമ്മോന്യൻ രാജാവ് സിഹോൻ എവിടെ താവളമടിച്ചാണ് ഇസ്രായേലിനെതിരെ പൊരുതിയത്? ഉത്തരം: യാഗാസിൽ. 10. മോവാബ് രാജാവായ സിപ്പേറിൻ്റെ പുത്രൻ ആരാണ്? ഉത്തരം: ബാലാക്കിം. 11. ഇസ്രായേലർക്കും അമ്മോന്യർക്കും ഇടയ്ക്ക് ആര് ന്യായാധിപനായിരിക്കട്ടെ എന്നാണ് ജെഫ്ത പറയുന്നത്? ഉത്തരം: ന്യായാധിപനായ കർത്താവ്. 12. ആരുടെ മേൽ ആണ് കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ചത്? ഉത്തരം: ജെഫ്തയുടെ. ജെഫ്ത എന്താണ് നേർച്ച നേർന്നത്? തന്നെ സ്വീകരിക്കാൻ വരുന്ന ആളെ കർത്താവിന് ദഹനബലിയായി അർപ്പിക്കാം. 14. ജെഫ്ത എത്ര പട്ടണങ്ങളാണ് പിടിച്ചെടുത്തത്? 20. 15. ആരാണ് ഇസ്രായേലിന് യുദ്ധത്തിനൊരുങ്ങുകയോ എതിർക്കുകയോ ചെയ്യാതിരുന്നത്? ഉത്തരം: ബാലാക്കിം. 16. ജെഫ്ത മിസ്പയിലെ വീട്ടിലേക്ക് വന്നപ്പോൾ ആരാണ് അയാളെ സ്വീകരിച്ചത്? ഉത്തരം: ജെഫ്തയുടെ ഏകപുത്രി. 17. തൻ്റെ കന്യകത്വത്തെ പ്രതി ലഭിക്കുവാൻ ജെഫ്തയുടെ പുത്രി സഖിമാരോടൊപ്പം എവിടേക്കാണ് പോയത്? ഉത്തരം: പർവ്വതങ്ങളിൽ. 18. എത്ര നാളാണ് വിലപിച്ചത്? 2 മാസം. 19. ജെഫ്തയുടെ പുത്രിയെ ഓർത്ത് കരയാൻ ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും എത്ര ദിവസമാണ് പോയത്? 4 ദിവസം. ആരെങ്കിലും കർത്താവിന് നേർച്ച നേരുകയോ ശപഥം ചെയ്യുകയോ തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തൻ്റെ വാക്കു ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം. ഏത് പുസ്തകത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? സംഖ്യ 30:2 അടിക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഇനി അധ്യായം 2. ചോദ്യം 1. എഫ്രൈംകാർ യുദ്ധത്തിനൊരുങ്ങി അവർ എവിടെ ചെന്നാണ് അധ്യായം 12. ചോദ്യം 1. എഫ്രൈംകാർ യുദ്ധത്തിനൊരുങ്ങി അവർ എവിടെ ചെന്നാണ് ജെഫ്തയെ കണ്ടത്? സഫോണിൽ. 2. അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ അതിർത്തി കടന്ന് പോയപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തതുകൊണ്ട് എന്തു ചെയ്യും എന്നാണ് എഫ്രൈംകാർ ജെഫ്തയോട് പറഞ്ഞത്? ഉത്തരം: ജെഫ്തയെയും ഭവനത്തെയും അഗ്നിക്കിരയാക്കും. 3. ജെഫ്ത ഗിലെയാദുകാരെ ഒരുമിച്ച് കൂട്ടി ആരോടാണ് യുദ്ധം ചെയ്തത്? ഉത്തരം: എഫ്രൈംകാരോട്. 4. ഗിലെയാദുകാർ എഫ്രൈമിൻ്റെയും മനസ്സയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: എഫ്രൈംകാർ. 5. എഫ്രൈംകാരോട് എതിർത്ത ഗിലെയാദുകാർ ഏത് കടവാണ് പിടിച്ചെടുത്തത്? ഉത്തരം: ജോർദാൻ്റെ കടവുകൾ. 6. എഫ്രൈമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അവനോട് ഏത് വാക്ക് ഉച്ചരിക്കാനാണ് ഗിലെയാദുകാർ ആവശ്യപ്പെട്ടത്? ഉത്തരം: ഷിബ്ബോലാത്ത്. 7. ഷിബ്ബോലാത്ത് ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലാത്ത് എന്ന് പറഞ്ഞാൽ അവരെ ഗിലെയാദുകാർ എന്തു ചെയ്യും? ജോർദാൻ്റെ കടവുകളിൽ വെച്ച് കൊല്ലും. 8. ഷിബ്ബോലാത്ത് എന്ന് തെറ്റായി ഉച്ചരിച്ചതിൻ്റെ പേരിൽ എത്ര ഗിലെയാദുകാരെയാണ് വധിച്ചത്?
42,000. 9. ജെഫ്ത എത്ര വർഷം ഇസ്രായേലിന് ന്യായപാലനം നടത്തി? ഉത്തരം 6 വർഷം. 10. ജെഫ്തയെ എവിടെയാണ് അടക്കിയത്? ഉത്തരം ഗിലെയാദിൽ. 11. ജെഫ്തയ്ക്ക് ശേഷം ആരാണ് ഇസ്രായേലിന് ന്യായപാലനം നടത്തിയത്? ഉത്തരം ഇബ്സാൻ. 12. ഇബ്സാൻ ഏത് ദേശക്കാരനാണ്? ബത്ലഹേം. 13. ഇബ്സാന് എത്ര പുത്രിപുത്രന്മാർ ഉണ്ടായിരുന്നു? 30 പുത്രന്മാരും 30 പുത്രിമാരും. 14. ഇബ്സാൻ്റെ പുത്രിപുത്രന്മാർ വിവാഹം കഴിച്ചത് എവിടെ നിന്നാണ്? സ്വന്തം കുലത്തിന് വെളിയിൽ നിന്നും. 15. ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിന് ന്യായപാലനം നടത്തി? ഉത്തരം 7 വർഷം. 16. ഇബ്സാനെ അടക്കിയത് എവിടെയാണ്? ബത്ലഹേമിൽ. 17. ഇസ്രായേലിന് ന്യായപാലനം നടത്തിയ സെബുലോൺകാരൻ ആരാണ്? ഉത്തരം ഏലോൺ. ഏലോൺ എത്ര വർഷം ന്യായപാലനം നടത്തി? 10 വർഷം. 18. ഏലോണിനെ അടക്കിയത് എവിടെയാണ്? ഉത്തരം അയ്യോളിൽ. 19. അബ്ദോൻ ആരുടെ മകനാണ്? പെറദോനിനായ ഹില്ലോലിൻ്റെ മകൻ. 20. അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 40. 21. അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു? 30. 22. അബ്ദോൻ്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ എത്ര കഴുതകളുണ്ടായിരുന്നു? 70. 23. അബ്ദോൻ എത്ര വർഷം ന്യായപാലനം നടത്തി? 8 വർഷം. 24. അബ്ദോൻ എവിടെയാണ് അടക്കിയത്? പെറദോനിൽ. 25. പെറദോനിൽ എവിടെയാണ്? എഫ്രൈം ദേശത്ത്. ന്യായാധിപന്മാർ 12-ാം അധ്യായത്തിൽ എത്ര ന്യായാധിപന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്? 4. ജെഫ്ത, ഇബ്സാൻ, ഏലോൺ, അബ്ദോൻ. അധ്യായം 13. കർത്താവിൻ്റെ മുമ്പിൽ വീണ്ടും തിന്മ ചെയ്ത് ഇസ്രായേൽ ജനത്തെ അവിടുന്ന് എത്ര വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു? 40 വർഷം. 2. ദാൻ ഗോത്രക്കാരനായ മനോവ എവിടെയാണ് താമസിച്ചിരുന്നത്? സേറായിൽ. 3. കർത്താവിൻ്റെ ദൂതൻ ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? മനോവയുടെ ഭാര്യയ്ക്ക്. 4. വന്ധ്യയായിരുന്ന മനോവയുടെ ഭാര്യയ്ക്ക് ഒരു പുത്രൻ ജനിക്കും. ബാലൻ ആജീവനാന്തം ദൈവത്തിന് എന്ത് വ്രതക്കാരനാണെന്നാണ് ദൂതൻ പറഞ്ഞത്? ഉത്തരം നാസീർ വ്രതം. 5. എന്താണ് നാസീർ വ്രതം? തല ക്ഷൗരം ചെയ്യാതിരിക്കുന്നത്. 7. കർത്താവേ, അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. ആരാണ് ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചത്? മനോവ. 8. മനോവ ദൂതനോട് ഇവളോട് സംസാരിച്ചത് നീ തന്നെയോ എന്ന് ചോദിച്ചു. ദൂതൻ എന്താണ് പറഞ്ഞത്? ഞാൻ തന്നെ. 9. കർത്താവിൻ്റെ ദൂതൻ എന്താണ് മനോവയോട് പറഞ്ഞത്? ഉത്തരം ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. 10. മനോവ എന്താണ് കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞത്? ഞാനൊരു ആൺകുട്ടിയെ പാകം ചെയ്തും വരെ നീ നിൽക്കണമേ. മനോവ കർത്താവിൻ്റെ ദൂതനോട് നിൻ്റെ പേര് എന്തെന്ന് ചോദിച്ചപ്പോൾ ദൂതൻ എന്താണ് പറഞ്ഞത്? എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ എന്തിനത് ചോദിക്കുന്നു? മനോവ ദൂതനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചത് നീ തന്നെയോ? ദൂതൻ എന്താണ് മറുപടി പറഞ്ഞത്? ഉത്തരം ഞാൻ തന്നെ. 9. മനോവ എന്താണ് കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞത്? ഞാനൊരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യും വരെ നീ നിൽക്കണമേ. 10. ദൂതൻ എന്താണ് മനോവയോട് പറഞ്ഞത്? നീ പിടിച്ചു നിർത്തിയാലും നിൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. 11. മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടി അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിൻ്റെ പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം ബലിപീഠത്തിൽ നിന്ന് ഉയർന്ന അഗ്നിജ്വാലയിലൂടെ കർത്താവിൻ്റെ ദൂതൻ ഉയർന്നു പോയി. 12. മനോവയും ഭാര്യയ്ക്കും എന്ത് സംഭവിച്ചു? അവർ കമിഴ്ന്നു വീണു. 13. എന്താണ് മനോവയുടെ മകൻ്റെ പേര്? സാംസൺ. 14. എവിടെയാണ് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചത്? മഹനോദാനിൽ. അധ്യായം 14. ചോദ്യം 1. സാംസൺ എവിടെയാണ് പോയത്? തിമ്നായിൽ. 2. അവിടെ വെച്ച് സാംസൺ കണ്ട യുവതി ഏത് ദേശക്കാരിയാണ്? ഉത്തരം ഫിലിസ്ത്യ. 3. സാംസൺ എന്താണ് മാതാപിതാക്കന്മാരോട് ആവശ്യപ്പെട്ടത്? ഉത്തരം ഫിലിസ്ത്യൻ യുവതിയെ വിവാഹം ചെയ്തു തരണം. 4. നിൻ്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിചിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ തേടുന്നത്? ആരാണ് ഇങ്ങനെ ചോദിച്ചത്? ഉത്തരം സാംസൻ്റെ മാതാപിതാക്കന്മാർ. 5.
സാംസൺ ഫിലിസ്ത്യൻ യുവതിയെ വിവാഹം കഴിക്കണമെന്നത് ആരുടെ ഹിതമാണ്? ഉത്തരം കർത്താവിൻ്റെ. 6. ഫിലിസ്ത്യർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്നതും ഫിലിസ്ത്യർക്കെതിരെ ആരാണ് അവസരം പാർത്തിരുന്നത്? കർത്താവ്. 7. സാംസൺ തൻ്റെ നേരെ അലറി വന്ന സിംഹക്കുട്ടിയെ എന്തു ചെയ്തു? ഉത്തരം ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്നതുപോലെ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. 8. കുറച്ചുനാൾ കഴിഞ്ഞ് സാംസൺ തിമ്നായിലേക്ക് പോയപ്പോൾ വഴിമധ്യേ എന്താണ് തെരഞ്ഞത്? ഉത്തരം സിംഹത്തിൻ്റെ ഉടൽ. 9. സിംഹത്തിൻ്റെ ശരീരത്തിൽ എന്താണ് കണ്ടത്? തേൻകൂട്. 10. സാംസൺ എന്താണ് കടങ്കഥ പറഞ്ഞത്? ഉത്തരം ഭോക്താവിൽ നിന്നും ഭോജനവും മല്ലിൽ നിന്നും മാധുര്യവും പുറപ്പെട്ടു. 11. എത്ര ദിവസത്തിനകം കടങ്കഥയുടെ ഉത്തരം പറയണമെന്നാണ് ഫിലിസ്ത്യൻ യുവാക്കളോട് സാംസൺ ആവശ്യപ്പെട്ടത്? ഉത്തരം 7 ദിവസത്തിനകം. 12. കടങ്കഥയുടെ ഉത്തരം പറഞ്ഞാൽ എന്താണ് സാംസൺ കൊടുക്കാമെന്ന് പറഞ്ഞത്? ഉത്തരം ഓരോ ചണവസ്ത്രവും വിശേഷവസ്ത്രവും. 13. ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ യുവാക്കൾ എന്ത് സാംസണ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്? 30 ചണവസ്ത്രവും അത്രയും തന്നെ വിശേഷവസ്ത്രവും. 14. ഫിലിസ്ത്യൻ യുവാക്കൾ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തിയത്? സാംസന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തി. 15. 7-ാം ദിവസം സൂര്യാസ്തമനത്തിന് മുമ്പ് പട്ടണവാസികൾ സാംസനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം തേനിനേക്കാൾ മാധുര്യമുള്ളതെന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് എന്ത്? ആരെക്കൊണ്ട് എഴുതിച്ചില്ലായിരുന്നുവെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു എന്നാണ് സാംസൺ പറഞ്ഞത്? എൻ്റെ പശുക്കിടാവിനെക്കൊണ്ട്. 17. കർത്താവിൻ്റെ ആത്മാവ് കൂടുതൽ ശക്തിയോടെ ആരുടെ മേലാണ് ആവസിച്ചത്? ഉത്തരം സാംസൻ്റെ. 18. സാംസൺ ഏത് പട്ടണത്തിൽ ചെന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷവസ്ത്രം കൊടുത്തത്? അബ്ശലോം. 19. സാംസൺ കോപാക്രാന്തനായി എവിടേക്ക് പോയി? ഉത്തരം പിതാവിൻ്റെ ഭവനത്തിൽ. 20. സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയായി? മണവാളത്തോഴൻ്റെ. അധ്യായം 15. ചോദ്യം 1. സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ആട്ടിൻകുട്ടിയുമായി എവിടേക്കാണ് പോയത്? ഉത്തരം ഭാര്യയെ സന്ദർശിക്കാൻ. 2. നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിൻ്റെ കൂട്ടുകാരന് വിവാഹം കഴിച്ചു കൊടുത്തു. ആരാണിങ്ങനെ പറഞ്ഞത്? ഭാര്യ പിതാവ്. സാംസൺ ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ ഏത് മൃഗത്തെയാണ് ഉപയോഗിച്ചത്? കുറുനരികളെ. 300 കുറുനരികളെ പിടിച്ച് വാലോട് വാല് ബന്ധിച്ച് പന്തം കൊളുത്തി ഫിലിസ്ത്യരുടെ കൃഷിസ്ഥലത്തേക്കും ഗോതമ്പ് വയലിലേക്കും ജോലിക്കാരുടെ ഒലിവ് തോട്ടത്തിലേക്കും കത്തി നശിപ്പിച്ചത് ആര്? സാംസൺ. 4. സാംസൺ ഏത് പാറക്കെട്ടിലാണ് ഒളിച്ചിരുന്നത്? ഏത്താം പാറക്കെട്ടിൽ. 5. ഫിലിസ്ത്യർ യൂദായിലെ ഏത് പട്ടണമാണ് ആക്രമിച്ചത്? ലേഹി പട്ടണം. 6. യൂദായിലെ എത്ര പേരാണ് ഏത്താം പാറക്കെട്ടിൽ ചെന്ന് സാംസണെ കൊണ്ടുവരാൻ പോയത്? 3000. 7. എന്തുകൊണ്ട് ബന്ധിച്ചാണ് യൂദായിലുള്ളവർ സാംസണെ ഫിലിസ്ത്യരുടെ അടുത്ത് എത്തിച്ചത്? ഉത്തരം പുതിയ 2 കയറുകൊണ്ട്. 8. കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ വന്നപ്പോൾ അവന് ബന്ധിച്ചിരുന്ന കയർ എന്തുപോലെയായി? ചണനൂല് പോലെ. 9. സാംസൺ ഫിലിസ്ത്യരായ 1000 പേരെ എന്ത് ആയുധം ഉപയോഗിച്ചാണ് കൊന്നത്? ഉത്തരം കഴുതയുടെ താടിയെല്ല്. 10. കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 പേരെ കൊന്ന ശേഷം ആ എല്ല് എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിൻ്റെ പേര് റാമത്ത് ലേഹി. 11. സാംസൺ വല്ലാതെ ദാഹിച്ചപ്പോൾ എന്താണ് ദൈവത്തോട് ചോദിച്ചത്? ദാഹം കൊണ്ട് മരിച്ച് അപരിചിതരുടെ കൈകളിൽ വീഴണമോ? 12. ദൈവം എവിടെയുള്ള പൊള്ളയായ സ്ഥലം തുറന്ന് ആണ് സാംസണ് ജലം കുടിക്കാൻ കൊടുത്തത്? ലേഹിയിൽ. 13. സാംസൺ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് ആ സ്ഥലത്തിന് കിട്ടിയ പേര് എൻകലേക്കർ. എൻകലേക്കറിൻ്റെ അർത്ഥം അപേക്ഷിക്കുന്നവൻ്റെ ഉറവ. 14. സാംസൺ എത്ര വർഷം ഇസ്രായേൽ ന്യായപാലനം നടത്തി? 20 വർഷം. ആരുടെ കാലത്താണ് സാംസൺ ന്യായപാലനം നടത്തിയത്? ഫിലിസ്ത്യരുടെ. അധ്യായം 16. ചോദ്യം 1. സാംസൺ എവിടേക്കാണ് പോയത്? ഗാസയിലേക്ക്. അവിടെ ആരെയാണ് കണ്ടുമുട്ടിയത്? ഒരു സ്വൈരണിയെ.
സാംസൺ പട്ടണത്തിലുണ്ടെന്നറിഞ്ഞ് അയാളെ കൊല്ലാൻ പ്രഭാതം വരെ കാത്തിരുന്നത് ആര്? ഗാസ നിവാസികൾ. പട്ടണ പടിപ്പുര വാതിൽ കട്ടിളക്കാലോടുകൂടി പറിച്ചെടുത്ത് തോളിൽ വെച്ച് സാംസൺ എവിടേക്കാണ് പോയത്? ഹെബ്രോൻ്റെ മുന്നിലുള്ള മലമുകളിലേക്ക്. 4. സാംസൺ സ്നേഹിച്ച സ്ത്രീയുടെ പേര് ദലീല. 5. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ സാംസണെ വശീകരിച്ച് എന്ത് അറിയണമെന്നാണ് ദലീലയോട് പറഞ്ഞത്? അവൻ്റെ ശക്തി സ്ഥിരീകരിക്കണം. 6. ഫിലിസ്ത്യൻ നേതാക്കന്മാർ എന്താണ് ദലീലയ്ക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം? 1100 വെള്ളി നാണയം. 7. തൻ്റെ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും എങ്ങനെ നിന്നെ ബന്ധിക്കണമെന്നുമാണ് ദലീല ചോദിച്ചപ്പോൾ സാംസൺ ഉത്തരം പറഞ്ഞത്? 7. ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി നശിക്കുമെന്ന്. 8. ഫിലിസ്ത്യർ സാംസനെ വളഞ്ഞപ്പോൾ സാംസൺ എങ്ങനെയാണ് ഞാണുകൾ പൊട്ടിച്ചത്? അഗ്നി ചണനൂലിലെന്നതുപോലെ. 9. താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ദലീല വീണ്ടും സാംസണിൻ്റെ ശക്തിയുടെ രഹസ്യം ചോദിച്ചപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത കയറുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി ക്ഷയിക്കും. 10. ഫിലിസ്ത്യർ പിടിക്കാൻ വന്നപ്പോൾ സാംസൺ കയർ എന്തു ചെയ്തു? കെട്ടിയിരുന്ന കയർ നൂലുപോലെ പൊട്ടിച്ചു. 11. മൂന്നാം പ്രാവശ്യവും സാംസണിൻ്റെ ശക്തി ക്ഷയിക്കാൻ എന്തു ചെയ്യണമെന്നാണ് ദലീലയോട് പറഞ്ഞത്? എൻ്റെ തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ബന്ധിച്ച് നെയ്താൽ ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. 12. സാംസൺ പറഞ്ഞതുപോലെ ചെയ്ത ഫിലിസ്ത്യർ ഒറ്റിക്കൊടുത്ത ദലീല സാംസണെ ഫിലിസ്ത്യരുടെ ബന്ധിക്കാൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? സാംസൺ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ആണിയും തറയും പാവും വലിച്ചു പൊട്ടിച്ചു. മൂന്നാം പ്രാവശ്യവും കളിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ദലീല സാംസനെ സദാ അലട്ടിക്കൊണ്ടിരുന്നു. ആ അലട്ടൽ അവന് എന്ത് തുല്യമായി? മരണതുല്യം. സാംസന്റെ ശക്തി ക്ഷയിക്കാൻ എന്തു ചെയ്യണമെന്നാണ് ദലീലയോട് പറഞ്ഞത്? മുടി മുറിച്ചാൽ എൻ്റെ ശക്തി ക്ഷയിക്കും. അവൻ്റെ ശക്തി ക്ഷയിക്കും. ഫിലിസ്ത്യർ സാംസനെ പിടിച്ച് ബന്ധിച്ചതെങ്ങനെ? ബന്ധിച്ച് കണ്ണ് ചുഴുന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി. സാംസൺ ഓട്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ച് എന്തു ചെയ്തു? കാരാഗൃഹത്തിൽ അടച്ചു. സാംസണിനെ ബന്ധിച്ചിരുന്ന കാരാഗൃഹത്തിൽ അടച്ചത് സന്തോഷിച്ച ഫിലിസ്ത്യരിലെ പ്രഭുക്കന്മാർ എന്താണ് ചെയ്തത്? അവരുടെ ദേവനായ ഡാഗോദേവന് ബലിയർപ്പിക്കാൻ ഒന്നിച്ചുകൂടി. 19. മതിമറന്ന് ആഹ്ലാദിച്ച ഫിലിസ്ത്യർ സാംസന്റെ അത്ഭുതം കാണാൻ അവനെ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ സാംസൺ എന്തു ചെയ്തു? കൈപിടിച്ചിരുന്ന ബാലനോട് കെട്ടിടത്തിൻ്റെ തൂണിൽ ചാരി നിൽക്കാൻ അനുവാദം ചോദിച്ചു. 20. ഫിലിസ്ത്യരോട് കൂടി താനും മരിക്കട്ടെ എന്ന് പറഞ്ഞ് സാംസൺ എന്താണ് ചെയ്തത്? കെട്ടിടത്തിൻ്റെ നെടുന്തൂണിൽ രണ്ടിലും 2 കൈകൊണ്ടും പിടിച്ച് സർവ്വശക്തിയും എടുത്ത് കുനിഞ്ഞു. അതിലുണ്ടായിരുന്ന ജനങ്ങളെല്ലാം പ്രഭുക്കന്മാരുടെ മേലും അത് വീണു. 21. സാംസനെ എവിടെയാണ് അടക്കിയത്? പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ. 22. ആ സ്ഥലം എവിടെയാണ്? സേറായ്ക്കും എക്സലോവിനും ഇടയ്ക്ക്. സാംസൺ എന്താണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത്? എന്നെ ഓർക്കണമേ. സാംസൺ എന്താണ് കർത്താവിനോട് യാചിച്ചത്? എന്നെ ശക്തിപ്പെടുത്തണമേ. അധ്യായം 17. മിഖയുടെ പൂജാഗ്രഹം. ചോദ്യം 1. മിക്ക ഏത് ദേശക്കാരനാണ്? എഫ്രൈം മലനാട്. 2. മിക്കയുടെ അമ്മയുടെ എത്ര വെള്ളി നാണയമാണ് നഷ്ടപ്പെട്ടത്? 1100. 3. അമ്മയുടെ വെള്ളി നാണയങ്ങൾ എടുത്തത് ആരാണ്? മിക്ക. 4. മിക്കയുടെ അമ്മ എന്താണ് നേർച്ച നേർന്നത്? എൻ്റെ മകന് വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കും. 5. മിക്കയുടെ അമ്മ 200 നാണയമെടുത്ത് ആരെയാണ് ഏൽപ്പിച്ചത്? തട്ടാനെ. അവൻ അതുകൊണ്ട് എന്തു ചെയ്തു? കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു. 7. മിക്ക അത് എന്തു ചെയ്തു? ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു. 8. ആരാണ് മിക്കയുടെ പൂജാഗ്രഹത്തിൻ്റെ പുരോഹിതനായി നിയമിച്ചത്? മിക്കയുടെ ഒരു പുത്രനെ. 9. മിക്കയുടെ കാലത്ത് ഇസ്രായേൽ രാജവാഴ്ചയില്ലായിരുന്നു. അപ്പോൾ ജനങ്ങൾ എന്തു ചെയ്തു?
ഓരോരുത്തർക്കും യുക്തമെന്ന് തോന്നിയതുപോലെ പ്രവർത്തിച്ചു. 10. മിക്കയുടെ ഭവനത്തിൽ എത്തിയ യുവാവ് ഏത് ദേശക്കാരനാണ്? യൂദായിലെ ബെത്ലഹേം. 11. ആ യുവ ലേവ്യൻ എന്താണ് അന്വേഷിച്ച് നടന്നത്? അവൻ ജീവിക്കാൻ പറ്റിയ സ്ഥലം. 12. മിക്ക ലേവ്യനോട് എന്താണ് പറഞ്ഞത്? എന്നോടുകൂടെ താമസിക്കുക. 13. എന്തെല്ലാം നൽകാമെന്നാണ് മിക്ക ലേവ്യനോട് പറഞ്ഞത്? വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും. 14. മിക്ക ലേവ്യനെ ആരായി നിയമിച്ചു? പുരോഹിതൻ. ആ യുവാവ് മിക്കയ്ക്ക് ആരെപ്പോലെയായിരുന്നു? പുത്രനെ പോലെ ആയിരുന്നു. 15. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? മിക്ക. അധ്യായം 18. ഇസ്രായേൽ രാജവാഴ്ച ഇല്ലായിരുന്നു എന്ന വാക്യത്തോടു കൂടി ആരംഭിക്കുന്ന ന്യായാധിപ ഗ്രന്ഥം. അധ്യായം വാക്യം. ന്യായാധിപൻ 18-ാം അധ്യായം 1-ാം വാക്യം. 2. ആരാണ് അധിവസിക്കാൻ ഭൂമി അന്വേഷിച്ച് നടന്നത്? ദാൻ ഗോത്രം. 3. ദാൻ ഗോത്രക്കാർ സേറായിൽ നിന്നും എസ്ലോവിൽ നിന്നും എത്ര പേരെയാണ് ദേശം ഒറ്റുനോക്കുന്നതിനു വേണ്ടി അയച്ചത്? 5 പേരെ. 4. ദാൻ ഗോത്രക്കാരായ 5 പേർ എവിടെയാണ് എത്തിയത്? എഫ്രൈം മലനാട്ടിൽ മിക്കയുടെ ഭവനത്തിൽ. 5. സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ആരാണിങ്ങനെ പറഞ്ഞത്? ലേവ്യ പുരോഹിതൻ. ദാൻകാരായ 5 പേർ എവിടേക്കാണ് പോയത്? ലായിഷിലേക്ക്. സിദിയോനെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായിരുന്നു അവിടുത്തെ ജനങ്ങൾ. എവിടെയുള്ള ജനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്? ലായിഷ്. 8. നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനത്തെ ആയിരിക്കും കണ്ടുമുട്ടുക. വളരെ വിശാലവും ഒന്നിനും ക്ഷാമമില്ലാത്തതും ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദേശം നിരീക്ഷിക്കാൻ പോയവർ ഇങ്ങനെ പറഞ്ഞത് ആരോട്? സേറായിലും എസ്ലോവിലുമുള്ള സഹോദരന്മാരോട്. 9. ദാൻ ഗോത്രത്തിലുള്ള ആയുധധാരികൾ എത്ര പേരാണ് ലായിഷിലേക്ക് പുറപ്പെട്ടത്? 600 പേർ. 10. ആയുധധാരികളായ 600 പേർ ദാൻ ഗോത്രത്തിൽ എവിടെയാണ് താവളമടിച്ചത്? കിരിയാത്ത് ഏയാറിൽ. 11. ദാൻ ഗോത്രക്കാർ താവളമടിച്ച കിരിയാത്ത് ഏയാറിൻ്റെ പടിഞ്ഞാറുള്ള സ്ഥലം മഹനോദാൻ. 12. ദാൻകാർ എവിടെയാണ് താമസിച്ചത്? എഫ്രൈം മലനാട്ടിൽ മിക്കയുടെ ഭവനത്തിൽ. 13. മിക്കയുടെ ഭവനത്തിൽ നിന്നും ആ 5 പേർ എന്താണ് എടുത്തുകൊണ്ട് പോയത്? കൊത്തു വിഗ്രഹവും ഏഫേദും കുലവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും. 13. മിക്കയുടെ ഭവനത്തിൽ കയറി വസ്തുവകളെടുത്ത് ദാൻകാരെ 5 പേരോട് പുരോഹിതൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ എന്താണ് പറഞ്ഞത്? മിണ്ടരുത്, വായ്പൊത്തി ഞങ്ങളോടുകൂടെ വരിക. 14. തൻ്റെ ഭവനം കൊള്ള ചെയ്തു പോയ ദാൻകാരോട് മിക്ക അട്ടഹസിച്ചപ്പോൾ ദാൻകാർ എന്താണ് മിക്കായോട് ചോദിച്ചത്? ഉത്തരം: നിനക്കെന്ത് പറ്റി? 15. തനിക്ക് ചെറുത്തു നിൽക്കാൻ ആവാത്ത വിധം ശക്തരാണ് ദാൻകാർ എന്ന് കണ്ട മിക്ക എന്തു ചെയ്തു? ഉത്തരം: വീട്ടിലേക്ക് മടങ്ങി. 16. ദാൻകാർ മിക്കയുടെ കൊള്ളയടിച്ച് മുതലുമായി എങ്ങോട്ടാണ് പോയത്? ഉത്തരം: ലായിഷിലേക്ക്. 17. ഏത് സ്ഥലത്തിൻ്റെ താഴ്വരയായിരുന്നു ലായിഷ്? ബെത്ത്ഹോറബ്. 18. ലായിഷ് ദാൻകാർ നൽകിയ പേര്? തങ്ങളുടെ ഗോത്രപിതാവായ ദാനിൻ്റെ. ദാൻ. 19. ആരായിരുന്നു ദാനിൻ്റെ പുരോഹിതൻ? ജോനാഥനും പുത്രന്മാരും. മോശയുടെ പുത്രനായ ഹർമേഷിൻ്റെ പുത്രനാണ് ജോനാഥൻ. 21. ദൈവത്തിൻ്റെ ആലയം ശിലോയിലായിരുന്നിടത്തോളം കാലം അവിടെ പ്രതിഷ്ഠിച്ചത് എന്താണ്? മിഖയുടെ കൊത്തു വിഗ്രഹം. അധ്യായം 19. ഗിബിയക്കാരുടെ മ്ലേച്ഛത. ചോദ്യം 1. യൂദായിലെ ബെത്ലഹേംകാരിയായ ഉപനാരിയായി സ്വീകരിച്ചതാര്? എഫ്രൈം മലനാട്ടിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ. 2. ഭർത്താവിനോട് പിണങ്ങി അവൾ പിതൃഭവനത്തിൽ എത്ര നാൾ താമസിച്ചു? 4 മാസം. 3. അനുനയം പറഞ്ഞു അവളെ തിരികെ കൊണ്ടുവരാൻ അവൻ എന്തെല്ലാം ആയിട്ടാണ് പോയത്? ഒരു വേലക്കാരനും 2 കഴുതകളും. 4. ലേവ്യൻ ഭാര്യ വീട്ടിൽ അമ്മായിയപ്പനോട് കൂടി എത്ര ദിവസം താമസിച്ചു? 3 ദിവസം.
അമ്മായിപ്പൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ദിവസം കൂടി, അങ്ങനെ 4 ദിവസം താമസിച്ചു. 19:4 പറയുന്നത് 5 ദിവസം എന്നാണ്. 5-ാം ദിവസം വളരെ വൈകി ഉപനാരിയെയും വേലക്കാരനുമായി അവർ എവിടെ എത്തി? ജബൂസിൽ. അവൻ അവിടെ എത്തിയപ്പോൾ നേരം വളരെ വൈകി. എവിടെ എത്തിയപ്പോൾ? ജബൂസിൽ. 7 യജമാനൻ വേലക്കാരനോട് എവിടെ പാർക്കാമെന്നാണ് പറഞ്ഞത്? ഗിബിയായിൽ. 8 ഏത് ഗോത്രക്കാരുടെ പട്ടണമാണ് ഗിബിയ? ബെഞ്ചമിൻ. 9 അവർ ഗിബിയായിലെ തുറസായ സ്ഥലത്തിരിക്കുന്നതിൻ്റെ കാരണമെന്ത്? അവരെ രാത്രി കഴിക്കുന്നതിന് ആരും സ്വാഗതം ചെയ്തില്ല. 10 വയലിൽ വേല കഴിഞ്ഞ് മടങ്ങി വന്ന വൃദ്ധൻ ഏത് നാട്ടുകാരനാണ്? എഫ്രൈം മലനാടുകാരൻ. 11 ആ വൃദ്ധൻ താമസിക്കുന്നത് എവിടെയാണ്? ഗിബിയായിൽ. 12 ലേവ്യനും ഉപനാരിയും വേലക്കാരനും വൃദ്ധൻ്റെ ഭവനത്തിൽ സന്തുഷ്ടരായിരിക്കുമ്പോൾ ആരാണ് അവിടെ വന്നത്? നഗരത്തിലെ ചില ആവാസന്മാർ. 13 ആവാസന്മാർ വൃദ്ധൻ്റെ വീട് വളഞ്ഞിട്ട് എന്താണ് ആവശ്യപ്പെട്ടത്? ലേവ്യനെ അവർക്ക് വിട്ടുകൊടുക്കാൻ. 14 വൃദ്ധൻ അവരോട് എന്താണ് പറഞ്ഞത്? സഹോദരന്മാരെ, നിങ്ങൾ തിന്മ ചെയ്യരുത്. 15 എനിക്ക് കന്യകയായ ഒരു മകളും ഒരു പുത്രിയും ഈ മനുഷ്യന് ഒരു കന്യകയായ ഒരു പുത്രിയും ഈ മനുഷ്യന് ഉപനാരിയുമുണ്ട്. ഞാൻ അവനെ നിങ്ങൾക്ക് വിട്ടുതരാം. വൃദ്ധൻ ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ആവാസന്മാരോട്. 17 ഉപനാരിയെ മാനഭംഗപ്പെടുത്തിയ ആവാസന്മാർ അവളെ എപ്പോഴാണ് വിട്ടയച്ചത്? പ്രഭാതമായപ്പോൾ. ആ സ്ത്രീ വന്ന് എവിടെയാണ് കിടന്നത്? വാതിൽക്കൽ, കൈകൾ കട്ടിളപ്പടിയിൽ വെച്ച്. 18 പ്രഭാതത്തിൽ യാത്രയ്ക്ക് തുടരാൻ എഴുന്നേറ്റ ലേവ്യൻ അവളെ കണ്ടു. അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് എവിടെ പോയി? വീട്ടിലേക്ക്. 19 വീട്ടിലെത്തിയ ലേവ്യൻ തൻ്റെ ഉപനാരിയുടെ അവയവങ്ങൾ ഛേദിച്ച് 12 കഷ്ണങ്ങളാക്കി എന്തു ചെയ്തു? ഇസ്രായേലിലെ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു. 20 ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും വന്നതിന് ശേഷം ഇപ്രകാരം ഒന്നും കാണുകയോ സംഭവിക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് എന്ത് ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത്? തീരുമാനിക്കുവിൻ. അധ്യായം 20. ചോദ്യം 1. ദാൻ മുതൽ ബർഷവ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ എവിടെയാണ് ഒരുമിച്ച് കൂടിയത്? മിസ്പായിൽ, കർത്താവിൻ്റെ മുമ്പിൽ. 2 ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രകരും എവിടെയാണ് ഒരുമിച്ച് കൂടിയത് എന്നാണ് ന്യായാധിപൻ 20:2 പറയുന്നത്? ദൈവജനത്തിൻ്റെ സഭയിൽ. 3 ഇസ്രായേൽക്കാർ ഈ മിസ്പായിൽ പോയിരിക്കുന്നുവെന്ന് ആരാണ് കേട്ടത്? ബെഞ്ചമിൻകാർ. 4 ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുകയെന്ന് ആരോടാണ് ഇസ്രായേൽ ചോദിച്ചത്? കൊല്ലപ്പെട്ട യുവതിയുടെ ഭർത്താവ് ലേവ്യനോട്. 5 എത്ര പേരാണ് യുദ്ധത്തിനൊരുങ്ങിപ്പോയത്? 4,00,000. 6 ലേവ്യനും ഉപനാരിയും എവിടെയാണ് താമസിച്ചിരുന്നത്? ഗിബിയായിൽ. 8 ലേവ്യൻ സംഭവിച്ചതെല്ലാം ഇസ്രായേൽക്കാരോട് പറഞ്ഞപ്പോൾ അവർ എന്തു പറഞ്ഞു? ഏകമനസ്സോടെ എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു. 9 ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്നും 100-ന് 10, 1000-ന് 100, 10,000-ന് 1000 എന്ന കണക്കിൽ ആളുകളെ തിരഞ്ഞെടുത്തത് എന്തിന്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തോടുള്ള യുദ്ധത്തിന് പോകുമ്പോൾ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ. 10 ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഉത്തരം ഘോരമായ തിന്മ ചെയ്ത നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ. 11 ബെഞ്ചമിൻ ഗോത്രം ഇസ്രായേൽ ജനത്തിന് എതിരെ യുദ്ധം ചെയ്യാൻ ഗിബെയവാസികളിൽ നിന്നും എത്ര പേരെയാണ് തിരഞ്ഞെടുത്തത്? ഉത്തരം 700 പേരെ. 12 എത്ര പേരാണ് ബെഞ്ചമിൻ ഗോത്രം വാളെടുക്കാൻ തയ്യാറായത്? 26,000. 13 എത്ര ഇടതുകയ്യന്മാരാണ് ഒരു തലമുടി ഇഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാർ? 700. 14 ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗധാരികളായ എത്ര ഇസ്രായേൽ ഗോത്രക്കാർ ഉണ്ടായിരുന്നു? 4,00,000. 15 ആരാണ് ആദ്യം യുദ്ധത്തിന് പോയത്? യൂദ. 16 ആദ്യ ദിവസം എത്ര ഇസ്രായേൽക്കാർ യോദ്ധാക്കളാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ അരിഞ്ഞു വീഴ്ത്തിയത്? 22,000.
17 കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞ് സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തോട് യുദ്ധം ചെയ്യണമോ എന്ന് കർത്താവിനോട് ചോദിച്ചതാര്? ഇസ്രായേൽക്കാർ. 18 രണ്ടാം ദിവസം എത്ര ഇസ്രായേൽ യോദ്ധാക്കളെയാണ് ബെഞ്ചമിൻ ഗോത്രങ്ങൾ വധിച്ചത്? 18,000. 19 ഇസ്രായേൽ ബെഞ്ചമിൻ യുദ്ധകാലത്ത് കർത്താവിൻ്റെ വാഗ്ദാന പേടകം എവിടെയായിരുന്നു? ബേഥേലിൽ. 20 ആരായിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നത്? അഹ്റോൻ്റെ പുത്രനായ എലിയാസറിൻ്റെ പുത്രൻ ഫിനെഹാസ്. 21 മൂന്നാം ദിവസം യുദ്ധത്തിന് എത്ര ഇസ്രായേൽ യോദ്ധാക്കൾ കൊല്ലപ്പെട്ടു? 30. 23 ഇസ്രായേൽ ഒന്നടക്കം ഏത് പെരുവഴിയിലേക്കാണ് ഇറങ്ങിയത്? ബാൽത്തമാറിൽ. 24 എവിടെ പതിയിരുന്ന ഇസ്രായേൽക്കാരാണ് ബാൽത്തമാറിലേക്ക് വന്നത്? ഗോബായിൽ. 25 എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് ഇസ്രായേൽ മൂന്നാം ദിവസം വകവരുത്തിയത്? 25,100. 26 ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും അടയാളമായി എന്തു ചെയ്യണമെന്നാണ് പറഞ്ഞ് തീരുമാനിച്ചത്? പുകപടലം ഉയർത്തണം. 27 എവിടെ മുതൽ പിന്തുടർന്ന് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തെ പരാജയപ്പെടുത്തിയത്? നൊഹാബ് മുതൽ കിഴക്ക് ഗിബിയ വരെ. 28 എത്ര പേരാണ് ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നും റിമ്മോൺ പാറയിലേക്ക് അഭയം തേടിപ്പോയത്? 600 പേർ. ഇസ്രായേൽ മക്കൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു ഇത്. 21 അധ്യായം 21. ചോദ്യം 1 ഇസ്രായേൽക്കാർ ഒന്നിച്ചുകൂടി ഏത് ഗോത്രക്കാർക്ക് പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുകയില്ലെന്നാണ് ശപഥം ചെയ്തത്? ബെഞ്ചമിൻ. 2 മിസ്പായിൽ ഇസ്രായേൽ ഗോത്രങ്ങൾ സമ്മേളിച്ചപ്പോൾ ഏതു ഗോത്രമാണ് പങ്കെടുക്കാതിരുന്നത്? യാബേഷ് ഗിലാദ്. 3 എത്ര പേരാണ് ഇസ്രായേൽ സമൂഹം മിസ്പായിൽ നിന്നും യാബേഷ് ഗിലാദിലേക്ക് യുദ്ധത്തിന് പോയത്? 12,000 ആളുകൾ. 4 യുദ്ധവീരന്മാരെ 12,000 പേരെ നിയോഗിച്ചുകൊണ്ട് എന്തു ചെയ്യാനാണ് ഇസ്രായേൽ സമൂഹം നിർദ്ദേശിച്ചത്? സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലാദിലെ ആളുകളെ വാളിനിരയാക്കുക. 5 പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാർ അവിടെ ഉണ്ടായിരുന്നു? ന്യായാധിപന്മാർ 21:12 പറയുന്നത് 400. 6 കന്യകമാരെ എവിടെ കൂട്ടിക്കൊണ്ടു വന്നു എന്നാണ് ന്യായാധിപന്മാർ 21 പറയുന്നത്? കാനാൻ ദേശത്ത്. 7 സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് എവിടെ താമസിച്ചിരിക്കും ബെഞ്ചമിൻ ഗോത്രരോട് സമാധാന പ്രഖ്യാപനം നടത്തിയത്? റിമ്മോൺ പാറയിൽ. 8 എന്തുകൊണ്ടാണ് ജനത്തിന് ബെഞ്ചമിൻ ഗോത്രത്തോട് അലിവ് തോന്നിയത്? ഇസ്രായേലിലെ ഒരു ഗോത്രമായതിനാൽ. 9 യാബേഷ് ഗിലാദിലെ പെൺകുട്ടികൾക്കെല്ലാം ബെഞ്ചമിൻ യുവാക്കൾ തികഞ്ഞോ? ഇല്ല. 10 ശേഷിച്ചിരുന്ന ബെഞ്ചമിൻ യുവാക്കൾക്ക് ഭാര്യമാരെ കണ്ടുകിട്ടാൻ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ എന്താണ് ചെയ്തത്? ഷിലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നവരിൽ നിന്നും യുവതികളെ പിടിച്ച് ഭാര്യമാരാക്കുക. ന്യായാധിപന്മാർ 21 അധ്യായത്തിൽ ഇസ്രായേൽ മിസ്പയിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തത് എന്താണ്? നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്ത് കൊടുക്കില്ല. ഇസ്രായേൽക്കാർ എവിടെ വെച്ചാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ബേഥേലിൽ. ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം സംഭവിച്ചത് എന്തെന്ന് അവർ ആരോടാണ് ചോദിച്ചത്? ദൈവമായ കർത്താവിനോട്. ജനം ഒരു ബലിപീഠം നിർമ്മിച്ചു അതിൽ സമാധാന ബലികളും ദഹനബലികളും അർപ്പിച്ചത് എപ്പോൾ? പിറ്റേ ദിവസം പുലർച്ചയ്ക്ക്. ന്യായാധിപന്മാർ 21:5 ജനം എന്താണ് തിരക്കിയതെന്നാണ് പറയുന്നത്? കർത്താവിൻ്റെ മുമ്പിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇത്രയും ദീർഘമുള്ള ഈ എപ്പിസോഡ് കേൾക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ സമയം കണ്ടെത്തി കേൾക്കാൻ ശ്രമിക്കുവാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ശതമാനം മാർക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി.